Inaminadiga, Daidamenika, Maganaganaga, Chiga Bigariga, Inaminariga, Diga, Dead, Died, Dameniga, Maganaga, Chiga Biga, Rollariga, Rampam Posh. दिल बेचू है कोई लेने वाला ऐसे वैसे को नहीं देने वाला दिल बेचू है कोई लेने वाला ऐसे वैसे को नहीं देने वाला सूरत या हंसी हो उम्र या जवा हो कोई भी उसे देखे तो बस ये गुमा हो यही है यही तो है वो Inaminadiga एडा एडे मलिका ए Maganaga ए Chiga Bigariga Inaminariga diga dead died Dameniga Maganaga Chiga Biga Rollariga Rampam Posh मत सोचो कि सस्ता है सौदा फल पाए लगाएगा जो पौधा मत सोचो कि सस्ता है सौदा फल पाए लगाएगा जो पौधा ये क्यारी बनेगी फुलवारी ये दुनिया जलेगी जलन की है मारी हंसेगी मेरी प्यारी Inaminadiga Daidamenika ए Maganaga ए Chiga Bigariga Inaminariga Diga Dead Died Dameniga Maganaga Chiga Biga Rollariga Rampam Posh ये शर्तें तो बड़ी है जरूरी आज जो कोई करेगा इन्हें पूरी मैं खुशी उसे ये दिल दे दूंगा कसम खा रहा हूँ कि दाम भी न लूंगा मगर ये कहूंगा क्या यही तो है वो Inaminadiga Daidamenika ए Maganaga ए Chiga Bigariga Inaminariga Diga Dead Died Dameniga Maganaga Chiga Biga Rollariga Rampam Posh Wonderful. അടിപൊളി. Beautiful. പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ് സൂപ്പർ ഓ അടിപൊളി പാട്ടും ഡാൻസും എന്തായിരുന്നു സ്റ്റെപ്പൊക്കെ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയോ ഇല്ല അനിയത്തി കൊച്ചിലെ ഡാൻസ് സ്കൂളിൽ പോവായിരുന്നു കൊച്ചിലെ അപ്പം അവൾ പണ്ട് തന്നെ എനിക്ക് ആ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു ലാസ്റ്റില് അപ്പൊ അത് ഓർത്ത് വെച്ചു പിന്നെ ഞാൻ ഷാഹുൽ സാറിനോട് പറഞ്ഞു ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് ഇടട്ടെ ഷാഹുൽ സാർ പറഞ്ഞു ഇട്ടോളൂ അനിയത്തിയുടെ പേരെന്താണ് അനുപമ വെരി ഗുഡ് അനുപമ എന്ത് ചെയ്യുന്നു ഇപ്പോ അനുപമ ഇപ്പം ചെന്നൈയില് മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ് ക്വാണ്ടിഫൈഡ് എക്കണോമിക്സിൽ പേടിപ്പിക്കാതെ എന്തോ വലിയ നല്ല സ്റ്റെപ്പ് സൂപ്പർ നമുക്ക് ചോദിക്കാം ഡിക്സനോട് ചോദിച്ചോട്ടെ ഞാൻ ആദ്യം ഷാനിക്ക യശേ സർ ഒരു ഹിന്ദിക്കാരനായ യശിനോട് ഞാനിപ്പം ഡിക്സൺ ആവാൻ പറ്റത്തില്ല എനിക്ക് പറ്റില്ല യശ് കലക്കി മറിച്ച് യശ് ഒരു രക്ഷയില്ല ഇത് കിഷോർദ ഒന്നാമത് പാടി വച്ചേക്കണെന്ന് പറയുന്നത് വൻ രീതിയിലാണ് എല്ലാം അങ്ങനെ ഓപ്പണാണ് സ്പ്രെഡാണ് ഈ പാട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഈന മീനാടിക്ക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഒരു രക്ഷയില്ല യശ് അത് കലക്കണം താങ്ക് യു സർ കാരണം ഈ പാട്ടിന് വേണ്ട ഒരു
ഇതൊരു ചാം സംഭവമാണ്. അത് യശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ യശിൻ്റെ വേഴ്സിറ്റാലിറ്റിയാണ് നോക്കണേ. എന്തോരം പാട്ടുകൾ തുടക്കം തൊട്ട്, നമ്മുടെ ഫസ്റ്റ് ആളാണല്ലോ ഇങ്ങോട്ടേക്ക് കയറിയത്. അവിടെ തൊട്ട് ഈ ഒരു ജേണി നോക്കുകയാണെങ്കിൽ സിംഗിങ് വൈസ് ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും യശ് ഭയങ്കരമായിട്ട് അങ്ങ് മാറി. വന്ന യശാണോ ഇത്? അല്ലല്ല, വന്ന യശല്ല, ഇച്ചിരി വളർന്നിട്ടുണ്ട്. ആടി നീശ അതെ അതാ പറഞ്ഞത്. മൊത്തത്തിൽ അങ്ങ് മാറി യശ്. സോ ദിസ് ഇസ് ഫോർ ദ ബെറ്റർ എന്ന് വിചാരിക്കുക. എല്ലാം നല്ലതിന്. കലക്കി, പാട്ട് കലക്കി. ഞാനത് നിന്നോട് ഞാൻ എന്ത് ഡിക്ഷൻ പറയാൻ? അല്ല അങ്ങനെയല്ല, ഉണ്ടെങ്കിൽ പ്ലീസ് പറയൂ. അങ്ങനെയാണെങ്കിൽ തരാന്ന്. നോ ഇറ്റ് വാസ് വെരി നൈസ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇതിന് ആ ഒരു ചിയർഫുൾനെസ്സും ആ ഒരു പ്ലേ വേണം. അത് യശ് കൊണ്ടുവന്നു ഈ പാട്ടിൽ. അടിപൊളി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you, ഷാനിക്ക. ശരത് സർ. യക്ഷേ സർ തകർത്തടാ. നമുക്ക് ആ ലൈവ് ഒറിജിനൽ കേട്ട ഫീൽ ഉണ്ടായിരുന്നു നീ പാടുമ്പോൾ. അസാധ്യം. ഞാൻ സത്യം ഒരു കാര്യം പറയാം, ഞാൻ ഈ യഷിന് ഇത് പാടാൻ പറ്റുമോ എന്ന് എനിക്കൊരു ചെറിയ കാര്യം, ഇതിൻ്റെ ഒരു പവർ അറിയാമല്ലോ. അത് അദ്ദേഹം പാടി വെച്ചേക്കുന്നത്. എപ്പോൾ കേട്ടാലും നമ്മൾ എത്ര തകർന്നിരുന്നാലും ഫുൾ എനർജിയിൽ എണീച്ച് ചാടാൻ പറ്റും. അങ്ങനെ ഒരു പാട്ടാണിത്. ഇത് ഈ ചെക്കന് എങ്ങനെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്? പക്ഷെ അതൊന്നും അല്ല, നീ മേഞ്ഞടാ സ്റ്റേജ്, തകർത്തു. വേറെ ഒന്നും പറയാം. പിന്നെ എനിക്ക് ആ സ്റ്റെപ്പ് എല്ലാം ഇഷ്ടമാണ്. ഒരു രണ്ടെണ്ണം എനിക്ക് നീ അത് കാണിച്ചാൽ ഒന്നാത്താൻ. നോ 10 seconds. നോ ഐ കാൺട്ട് അലോ യാർ. അത് പറ്റില്ല. ശരത് സാർ ചോദിക്കുമ്പോ ഷാനിക്ക തരാറുണ്ടല്ലോ 10 seconds. അതവൻ നല്ലവനായതുകൊണ്ട് നീ എടുത്തോളാം. നീ എടുത്തോളാം. ഞാൻ മിസ് ചെയ്ത യഷിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് ഇതാണോ? ഇല്ലാതെ അതില് എനിക്ക് വലിയ ദുഃഖം. അത് ഇതിന് ചേരാത്തോണ്ടാ. നിന്റെ ആ സ്റ്റെപ്പ് ഏത് പാട്ടിലും ചേരുവാടാ. അത് ശരിയാട്ടോ. ഓക്കെ, സാറിന് വേണ്ടി പിന്നെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യാം. പിന്നെ 2 എണ്ണം ശരത് സാറിന് എക്സ്ട്രാ കാണും. ഓക്കെ ഈ ജഡ്ജ്മെന്റ് ആയിട്ട് നീ വളർന്നു വരികയാണ്. നമ്മൾ 4 പേരുടെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് അത് Yes. ഒന്ന് തൂത്തുവായിരുന്നു. ചക്കരേ യശേ, Sir. ഐ ലവ് യുടാ. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് അത് ഒറിജിനൽ കേട്ട ആ ഒരു അതേ വൈബ് കിട്ടി. അത് തന്നെ വലിയ കാര്യം. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം അങ്ങനെ പാടിയിട്ടുമുണ്ട്. നല്ല രസമുണ്ട്. ആ കണക്ട് ചെയ്ത് പല്ലവിയിലേക്ക് വരുന്നതും ബ്യൂട്ടിഫുൾ. എനിക്ക് ആ 2 ഒന്ന് ഈ തല കൊണ്ടുള്ളതും പിന്നെ ആ കാലുകൊണ്ട് ഇങ്ങനെ ആയില്ലേ, അത് ഒന്ന് എനിക്ക് വേണ്ടി കാണിച്ച. സൂപ്പർ ആഹാ, സൂപ്പർ ചക്കരെ, സൂപ്പർ. അനുപമയ്ക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാം. നീ ഒരു ഐറ്റം ആടാ, നീ ഒരു ഐറ്റം നമ്പരാ. ഒന്ന് വേറൊന്നും പറയാനില്ല. ഐ ലവ് യു. താങ്ക് യു സർ. അതിവിടെ വന്ന് ആയിപ്പോയി അങ്ങനെ ഐറ്റം നമ്പർ അല്ല വേണം. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആയിരിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവും. അത് ഇതൊക്കെ വേണം എങ്കിലും പതിയെ പക്ഷേ നമ്മുടെ ഓരോ സെക്കൻഡും നമുക്ക് ഓരോ പാഠങ്ങളാണ്. അപ്പൊ അതൊന്ന് പഠിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഈ വഴി കൂടെ തന്നെ അങ്ങ് മുമ്പോട്ട് പോവുക ചക്കരെ. ലവ് യു. ലവ് യു. ലവ് യു ടു സർ. താങ്ക് യു സർ. എംജി സർ. യശ്കുട്ട സർ, കാണാനും കേൾക്കാനും ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് ആ ഈസിനെസ് പാടിയതിൽ. കാരണം ആ ടോപ്പ് പോർഷൻസിലൊക്കെ പോയിട്ട് പിന്നെ പല്ലവിയിലോട്ട് വരുന്ന ആ സെക്ഷൻസിലുള്ള ഈസിനെസ് ഉണ്ടല്ലോ. പിന്നെ ഹിന്ദി നല്ല വശമുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല മനോഹരമായിട്ട് പാടി, അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതുപോലെ പല ഐറ്റങ്ങളും കാണിക്കുകയും ചെയ്തു. അതൊക്കെ നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. എന്നാലും ഈ പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇറ്റ് വാസ് സോ എക്സലന്റ്, ബ്യൂട്ടിഫുൾ. കാരണം നമ്മളെ എല്ലാ ജോണറിലുള്ള പാട്ടുകൾ പാടാനും അതുപോലെ ചെറിയ ഇതുപോലത്തെ മൂവ്മെൻറ്റ്സ് തരാനും അറിഞ്ഞിരിക്കണം. കാരണം അത് ഭാവിയിൽ നിങ്ങളൊരു ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാം, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ചെയ്യാൻ പറ്റും. സോ യു ആർ എ വേഴ്സറ്റൈൽ സിംഗർ ആൻഡ് ആക്ടർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി മീന ഡീക മാം, സൂപ്പർ യശ്. താങ്ക് യു മാം. ഉഗ്രനായിരുന്നു. എൻജോയ്ഡ് പെർഫോമൻസ്. മനോഹരമായി നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര
എല്ലാവരും കലക്കി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ യഷിനെ ഒരു ഡിഫറെന്റ് യഷിനെ കണ്ടിരിക്കുകയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. ആ മിസ്റ്റർ ബീനൊക്കെ ചെയ്യുന്ന പോലത്തെ സ്റ്റെപ്പായിരുന്നു അതെന്ന് തോന്നുന്നു എനിക്ക്. ആ ഒരു ഇത് റിബൺ എടുത്തിട്ടൊരു ഇത് ചെയ്തില്ലേ, മിസ്റ്റർ ബീൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. സോ ഇറ്റ് വാസ് എ വെരി ഫണി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു പ്രസന്റേഷൻ അല്ല. ഇറ്റ് വാസ് വണ്ടർഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ചോദ്യം, ഇതില് മ്യൂസിക് ഡയറക്ടർ ആരാണ്? സി രാമചന്ദ്ര സർ. അദ്ദേഹത്തിന്റെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വേറൊരു പാട്ടുണ്ട് നമ്മുടെ ആബ്സല്യൂട്ട്ലി ഏ മേരെ വത്തൻ കെ ലോഗോ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു സാഹബ്, അദ്ദേഹം കരഞ്ഞു പോയത് ലതാജി പാടുന്നത് കേട്ടിട്ട്. 2 ലൈൻസ് പാടാം. ഹേ മേരെ വതൻ കെ ലോഗോ ജറാ ആँख में भर लो पानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी तुम भूल न जाना उनको इसलिए सुनो ये कहानी जो शहीद हुए हैं उनकी जरा याद करो അതൊരു ഹിസ്റ്റോറിക്കൽ പാട്ടാണ്, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള ലതാജി പാടിയ പാട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് യഷ് ഈ ഒരു കോമ്പോസിഷനിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. എന്തായാലും ആ ഒരു അദ്ദേഹത്തിൻ്റെ പാട്ട് സെലക്ട് ചെയ്തതിൽ ഒരു വലിയ കയ്യടി. അപ്പോൾ ഇത് ഈ ഈനാമീന ഡീക്ക എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു അടിപൊളി പാട്ടും പിന്നെ അതേപോലെ ആ ഒരു മെലഡിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം പാട്ടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കും. സച്ച് എ വണ്ടർഫുൾ ക്രിയേറ്റർ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. ആൻഡ് യഷ്, യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. സ്റ്റുപെൻഡോ, ഫാന്റാബുലസ്ലി ഫാന്റാസ്റ്റിക് ആയിരുന്നു. Thank you, ma'am. I'm proud of you. Thank you, ma'am. Thank you so much. താങ്ക് യു ചേച്ചി. പെട്ടെന്ന് മാർക്കിലേക്ക് പോവാം. ഓക്കെ ശരത് സാർ. യഷേ Yes, sir. 9.7 മാർക്സ്. Thank you, sir. താങ്ക് യു സാർ. എം ജി സാർ. എനിക്ക് ഡാൻസിനും കൂടെ എന്തെങ്കിലും തരണമെന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. 9.8. Thank you, sir. Thank you, sir. താങ്ക് യു സാർ. ഷാനിക്ക. Yes. Yes, sir. ഓക്കെ Thank you, sir. Super. ഓക്കെ സോ ടോട്ടൽ 19.5. അടിപൊളി. Thank you. അടിപൊളി. പാറു, ഞാൻ അങ്ങോട്ട് വരാം, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ. ഇങ്ങോട്ട് വരികയാണോ? ആ എന്താ വന്നേ? അണ്ണാ, ഞാൻ നമ്മുടെ ഈ സാധാരണ ഭജൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ സംഗതികളൊക്കെ വളരെ കുറവുള്ള ഇതാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചു അതൊന്നും നമുക്ക് പൊളിച്ചാലോ, അപ്പോൾ അത് നമുക്ക് കുറേ സംഗതികളുള്ള ഒരു ഭജൻ എല്ലാവരും ചേർന്ന് പാടുന്ന ഒരെണ്ണം ചെയ്താലോ എന്ന് തോന്നിയിട്ട് അത് ഞാൻ ചെയ്തു. അത് നമ്മുടെ ശശികല മേനോനാണ് ലിറിക് എഴുതിയത്. കൃഷ്ണനെ കുറിച്ചാണ്, ഒരു കൃഷ്ണഭക്തി പാട്ടാണ്. അപ്പം അത് എനിക്കത് പാടിയത് 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ്. അതിൽ 3 ആൺകുട്ടികളെ ഞാൻ ഇവിടുന്നാണ് പിക്ക് ചെയ്തത്. അതിൽ ആദ്യമുള്ള കുട്ടിയാണ് ഈ നിൽക്കുന്ന കുട്ടി, യശ് കുട്ടി. അപ്പൊ യശ് പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് യഷിന്റെ ഒരു വേർഷനും കൂടെ ചെയ്യണമെന്ന് തോന്നി. അതിമനോഹരമായിട്ട് പാടി, അത് പറയാതിരിക്കാൻ വയ്യ. യഷും പിന്നെ നമ്മുടെ ഇവനവിടെ ഉണ്ടോ, അശ്വിൻ. വാ അശ്വിനെ, നീ വാടാ. പിന്നാരാ? പിന്നെതാ ഇങ്ങനെ വല്ലാണ്ട് കൈയടിക്കുന്ന വാടാ. സൂപ്പർ. അപ്പൊ ഇവര് 3 പേരും കൂടാണ് അത് പാടിയത്. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. യശേ, നീ അസാധ്യമായിട്ട് പാടിയതാ. കാരണം ഇവർ 2 പേരും നന്നായിട്ട് പാടി. എന്നാലും ഇവൻ ഒരു പണവട മുന്നിൽ പാടി, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇവർക്ക് ഒരു വലിയ പൈസ ഒന്നുമില്ല, ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഞാൻ തരാം, പിടിച്ചോളാം. അവർക്ക് ആ പാട്ട് കിട്ടിയത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവർ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പെൺകുട്ടികളും ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഉടനെ തന്നെ വിത്തിൻ ഡേയ്സ് റിലീസ് ഉണ്ടാവും. താങ്ക് യു. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ സീനിയർ ഡേ വേദിയിൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ കൂടെ സാറിന്റെ കൂടെ പാടി റെമ്യൂണറേഷൻ വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ ഫ്ലോറിൽ വെച്ചിട്ട്. സൂപ്പർ, താങ്ക് യു സാർ, താങ്ക് യു ഈ ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കൊടുത്തതില്. താങ്ക് യു. അപ്പൊ യശിന്റെ ഇനി വരുന്നു, ഇവരുടെയൊക്കെ ഇനി പാട്ടുകൾ വരുന്നുണ്ടാവല്ലേ? ഉണ്ട്, ഉറപ്പായിട്ട്. എന്നാ ഇത് ഞാൻ മേടിച്ചു നോക്കണോ? വേണ്ട. നീ തൊട്ടുപോകരുത്. ബൈ, താങ്ക് യു സാർ.